നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെങ്ങും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം. സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം. രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. രക്തസാക്ഷികൾ സഭയുടെ ചൈതന്യമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഭയുടെ ആരംഭം മുതൽ തന്നെ നമുക്ക് രക്തസാക്ഷികളെ കണ്ടെത്തുവാൻ സാധിക്കും. ഈശോ ജനിക്കുമ്പോൾ തന്നെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ, ഈശോയുടെ ജീവിതം കുരിശിൽ രക്തസാക്ഷിത്വമായിട്ട് തന്നെ അവതരിപ്പിക്കപ്പെടുകയാണ്, സമർപ്പിക്കപ്പെടുകയാണ്. സഭയുടെ ആരംഭത്തിൽ അപ്പസ്തോലന്മാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് രക്തസാക്ഷികളാകുകയാണ്. ആ പിന്നീടുള്ള ഈ 2000 വർഷത്തെ നീണ്ട നിരയിൽ അവരോട് ചേരുകയാണ് ഈ അടുത്ത ദിവസം കൊല്ലപ്പെട്ട നൈജീരിയയിലെ നമ്മുടെ പ്രിയപ്പെട്ടവർ. ഈ 2000 വർഷത്തെ യാത്രയിടയിൽ ഏറ്റവും കൂടുതൽ സഭ പീഡിപ്പിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണെന്ന് അടുത്ത കാലത്ത് ഹംഗറിയിലെ പ്രധാനമന്ത്രി പങ്കുവച്ചത് നമുക്ക് വിസ്മരിക്കാതിരിക്കാം. ഓരോ 12 മിനിറ്റിലും ഒരു ക്രൈസ്തവൻ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്ക് ലോകമെങ്ങുള്ള 80 രാജ്യങ്ങളിൽ ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് ഈ കാലഘട്ടത്തിൽ നാം ഓർക്കുമ്പോൾ എത്രയോ നമ്മെ ദുഃഖിപ്പിക്കുന്നതാണ്. പക്ഷെ എല്ലാ കാലത്തിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. രക്തസാക്ഷികളുടെ ചുടുനിണം സഭയുടെ ജീവനാണെന്ന് വിശുദ്ധ ജെറോം പറഞ്ഞെങ്കിൽ ഓരോ മരണവും, രക്തസാക്ഷിയുടെ ഓരോ മരണവും ആയിരക്കണക്കിന് വിശ്വാസികളെയാണ് സഭയിലേക്ക് നൽകുക. സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. എന്നാൽ സഭയുടെ ജീവിതത്തിലെ ശക്തിയാണ് രക്തസാക്ഷികൾ. അവരുടെ ജീവിതം നമുക്ക് കരുത്ത് നൽകണം. അവരെപ്പോലെ ജീവിക്കുവാനുള്ള കൃപ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്ക് അതിനുവേണ്ടി അപേക്ഷിക്കണം. 2018 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച വളരെ പ്രത്യേകതകളുള്ള ഒരു രക്തസാക്ഷിയുണ്ട്. അതാണ് വിശുദ്ധ ഓസ്കാർ റൊമേറോ. രക്തസാക്ഷിയായ ഓസ്കാർ റൊമേറോ മനുഷ്യത്വരഹിത നടപടികളിലൂടെ ഒരു ജനതയെ ആകമാനം ഭരണകൂടം അടിച്ചമർത്തുമ്പോൾ അതിനെതിരെ നിലപാടുകൊണ്ടും ശബ്ദം കൊണ്ടും സമൂഹത്തെ മുന്നിൽ നിന്ന് നയിച്ച ധീരനായ ആർച്ച് ബിഷപ്പാണ് ഓസ്കാർ റൊമേറോ. ലാറ്റിൻ അമേരിക്കൻ സഭാചരിത്രത്തിൽ ഏറെ തിളങ്ങി നിൽക്കുന്ന രക്തസാക്ഷിയായ ആർച്ച് ബിഷപ്പ് വിശ്വാസത്തെയും പാരമ്പര്യത്തെയും മുറുകെ പിടിച്ച് അനീതിക്കെതിരെ പടവെട്ടി വേദന നിറഞ്ഞ സമൂഹത്തിനാകെ പൊൻപ്രഭ വിതറിയാണ് ജീവൻ ഹോമിച്ചത്. ബലിവേദിയിൽ വച്ച് അക്രമിയുടെ വെടിയേറ്റ് ചോര ചിന്തുന്നതിന് മുൻപ് പോലും പിതാവ് തൻ്റെ സമൂഹത്തിൻ്റെ സുരക്ഷയിലായിരുന്നു ഉത്കണ്ഠാകുലനായത്. സമാധാനം സ്വപ്നം കണ്ട ദൈവിക മനുഷ്യൻ പൊതുസമൂഹത്തിന് എന്നും ആവേശവും ഊർജവുമാണ്. സെൻട്രൽ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധൻ, ആ സഭയിലെ ആർച്ച് ബിഷപ്പുമാരിൽ ആദ്യത്തെ രക്തസാക്ഷി
വിശുദ്ധൻ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള ഒരു ബിഷപ്പ് രക്തസാക്ഷി. പ്രോട്ടസ്റ്റൻ്റ് സഭകൾ വിശുദ്ധനെന്ന് അംഗീകരിക്കുന്ന ഒരു രക്തസാക്ഷി. ഇങ്ങനെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു രക്തസാക്ഷി വിശുദ്ധനാണ് വിശുദ്ധ ഓസ്കാർ റൊമേറോ. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ചൈതന്യം നൽകുന്നതാണ്, നമ്മെ ആവേശം കൊള്ളിക്കുന്നതാണ്. 1917 സാൽവദോർ എന്ന ആ രാജ്യത്താണ് അദ്ദേഹം ജനിക്കുന്നത്. 8 മക്കൾ, 6 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. വളരെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ നന്നായിട്ട് പഠനം ആരംഭിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവിന് അതിനോട് അത്ര താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് ഓസ്കാറിനോട് പറഞ്ഞു, എന്നോടൊപ്പം ആശാരിപ്പണിയിൽ ചേരൂ. നീ സമർത്ഥനായ ഒരു ആശാരിയാണെങ്കിൽ ജീവിക്കുന്നതിനുള്ള വക കണ്ടെത്താം. പഠിച്ചാൽ ഇവിടെയൊന്നും ജോലിക്ക് ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് നീ ഈ ജോലി ചെയ്യുക. അങ്ങനെ പിതാവിൻ്റെ നിർബന്ധം കൊണ്ട് സ്കൂൾ പഠനമെല്ലാം നിർത്തി ജോലി ആരംഭിച്ചു. എന്നാൽ 13-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയൊരാഗ്രഹം, എനിക്കൊരു വൈദികനാകണം. തൻ്റെ ആ വലിയ ആഗ്രഹം വീട്ടിൽ പങ്കുവച്ചപ്പോൾ എല്ലാവരും എതിർത്തു. പൗരോഹിത്യത്തിനെതിരായിട്ട് അവർ സാൽവദോറിലെ ആ കാലഘട്ടം അതായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം എതിർത്തു. പക്ഷേ അദ്ദേഹം തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. താൻ ഒരു വൈദികനാകും. അവിടെ സാൽവദോർ രൂപതയിലെ സെമിനാരിയിൽ പരിശീലനം ആരംഭിച്ചു. പരിശീലനം തുടങ്ങി കുറച്ച് ആരംഭത്തിൽ തന്നെ അമ്മ മരിച്ചു. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും തിരികെ വീട്ടിലേക്ക് വന്നു. തനിക്ക് വിളിയില്ല. തൻ്റെ അമ്മയെ രോഗിയായി തീർന്നു ശുശ്രൂഷിക്കുന്ന അവസരത്തിൽ അമ്മയെ ശുശ്രൂഷിക്കുന്ന അവസരത്തിൽ അമ്മ മരിച്ചു. തുടർന്ന് സെമിനാരിയിലേക്ക് അദ്ദേഹം പോയില്ല. പകരം തൻ്റെ സഹോദരന്മാരോടൊപ്പം സ്വർണ്ണ ഖനിയിൽ ജോലി ചെയ്യുവാനൊക്കെ ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം പഠനമെല്ലാം നിർത്തി അവിടെ അത്തരം ജോലികളിൽ നിന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് പഠിക്കണമെന്നുള്ള ആഗ്രഹം. അദ്ദേഹം പഠനം തുടർന്നു. ഡിഗ്രി പഠനം അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പൂർത്തിയാക്കി. അപ്പോൾ ഡിഗ്രി പഠനം കഴിഞ്ഞപ്പോൾ വീണ്ടും തനിക്ക് പഴയ ആഗ്രഹം ഒരു പുരോഹിതനാകണമെന്നുള്ളത്. ഇപ്പോൾ മുതിർന്നൊരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമേറോ അദ്ദേഹം തീരുമാനിച്ചു ഒരു വൈദികനാകുവാൻ. വീണ്ടും അദ്ദേഹത്തിൻ്റെ പഠനം ആരംഭിച്ചു. സെമിനാരിയിൽ ചേർന്നു. അദ്ദേഹം റോമിലേക്ക് അദ്ദേഹത്തെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനായിട്ട് നിയോഗിച്ചു. അദ്ദേഹം പഠനമെല്ലാം ഭംഗിയായിട്ട് പൂർത്തിയാക്കി. 1942 അദ്ദേഹം പുരോഹിതനായി എൽ സാൽവദോർ രൂപതയിലെ പുരോഹിതനായിട്ട് അദ്ദേഹം ശുശ്രൂഷ ആരംഭിച്ചു. തൻ്റെ ഹ്രസ്വമായിട്ടുള്ള ആദ്യത്തെ ഒരു ഇടവക, പിന്നീട് തുടർന്ന് മറ്റൊരു ഇടവക അദ്ദേഹം നൽകി. അവിടെ തന്നെ അദ്ദേഹം 20 വർഷം ഒരു ഇടവകയിൽ ജോലി ചെയ്യുകയാണ്. ആ കാലഘട്ടത്തിനിടയിൽ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. മനോഹരമായ കത്തീഡ്രൽ അദ്ദേഹം പണിതു. ആളുകളുടെ എല്ലാം ശ്രദ്ധ അദ്ദേഹം പിടിച്ചു പറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നല്ല ഒരു ഇടയനായിട്ട് അദ്ദേഹം ജോലി ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തെ 1966 ആ പ്രദേശത്തുള്ള മേജർ സെമിനാരിയുടെ റെക്ടറായും മെത്രാൻ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ടും നിയമിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ ഒരു വഴിത്തിരിവായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ എൽ സാൽവദോർ അതിരൂപതയിലെ ഒരു ഓക്സിലറി ബിഷപ്പിനെ ആവശ്യമുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ഓക്സിലറി ബിഷപ്പായിട്ട് ഉയർത്തി. പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു രൂപത നൽകി. തുടർന്ന് 1977 അദ്ദേഹത്തിന് സാൽവദോറിലെ 4ാമത്തെ ആർച്ച് ബിഷപ്പായിട്ട് നിയമിതനായി. 1977 അദ്ദേഹം കൊല്ലപ്പെടുന്നത് 1980 മാർച്ച് 24-ാം തീയതിയാണ്. അപ്പോൾ 3 വർഷങ്ങളെ ഉള്ളൂ ആർച്ച് ബിഷപ്പായിട്ട്. തൻ്റെ ആർച്ച് ബിഷപ്പായിട്ട് അദ്ദേഹം നിയമിതനാകുമ്പോൾ അദ്ദേഹത്തിന് റോമിൽ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, തൻ്റെ പുരോഹിതനായിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം പിന്തുടർന്ന വഴികൾ എല്ലാം എല്ലാവർക്കും നന്നായിട്ട് അറിയും. ആഴമായ ആധ്യാത്മികത, ദൈവസ്നേഹം, സഭാസ്നേഹം, വിശ്വാസം, ദിവികാരുണ്യ ഭക്തി, പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ അടുപ്പം എല്ലാം തികഞ്ഞു നിന്നിരുന്നു. പക്ഷേ സൗത്ത് അമേരിക്കയിൽ ആ കാലഘട്ടത്തിൽ ശക്തമായിട്ട് ഉയർന്നു വന്നതാണ് ലിബറേഷൻ തിയോളജി. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ സഭയുടെ പഠനങ്ങളോട് ചേർത്ത് വെച്ച് പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുകയാണ്. അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. കാരണം ചൂഷണത്തിന് വിധേയമാകുന്ന
ഒരു സൗത്ത് അമേരിക്കൻ ജനതയാണ് അവിടെ കാണുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുവാൻ പുരോഹിതർ, ഏറെ പ്രത്യേകിച്ച് ഈശോ സഭാംഗങ്ങളെല്ലാം മുന്നോട്ട് വരികയാണ്. ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ജനത, മറ്റു കുത്തക രാജ്യങ്ങൾക്ക് വേണ്ടി, സാമ്രാജ്യത്വ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ജനതയെ ഒറ്റുകൊടുക്കുന്ന നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രചരണം. എന്നാൽ ഏറ്റവും യാഥാസ്ഥിതിക വിശ്വാസ സമൂഹം ഈ ലിബറേഷൻ തിയോളജി, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ സഭയുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എതിരായിരുന്നു, പൂർണ്ണമായിട്ടും എതിരായിരുന്നു. അപ്പോൾ രണ്ട് വിഭാഗ ചിന്താഗതി. ഇവിടെ നമ്മുടെ വിശുദ്ധ ഓസ്കാർ റൊമേറോ ആരുടെ കൂടിയായിരുന്നു? യാഥാസ്ഥിതിക വിഭാഗത്തിൻ്റെ കൂടിയായിരുന്നു. ലിബറേഷൻ തിയോളജിയൊക്കെ നല്ലതാണ്, പക്ഷേ യഥാർത്ഥ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. 77 അദ്ദേഹം ആർച്ച് ബിഷപ്പായി തീരുമ്പോൾ വൈദികർക്ക്, അൽമായർക്ക് എല്ലാം വലിയൊരു ആകുലതയുണ്ടായിരുന്നു. ഈ ആർച്ച് ബിഷപ്പ് ഏത് രീതി സ്വീകരിക്കും? അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, ഒരു ചെറിയ രൂപതയുടെ ബിഷപ്പല്ല, ആർച്ച് ബിഷപ്പാണ്. ആ പ്രദേശത്തെ മുഴുവനും നേതൃത്വം നൽകുന്ന വ്യക്തി. അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള പൊസിഷൻ സ്വീകരിക്കാതെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത് പരിചയമുള്ള തൻ്റെ സുഹൃത്ത് റുട്ടിലിയ ഗ്രാൻഡ്, ഈശോ സഭ വൈദികൻ, കൊല്ലപ്പെടുകയാണ്. അദ്ദേഹം പാവങ്ങളുടെ പക്ഷം ചേർന്നു എന്നതിൻ്റെ പേരിൽ സൈനിക ഗവൺമെൻറ് അദ്ദേഹത്തെ വധിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനടുത്ത് നിന്ന് അദ്ദേഹം ഇപ്രകാരം ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമേറോ പറഞ്ഞു: പ്രിയപ്പെട്ട സുഹൃത്തെ, നന്മ ചെയ്തതുകൊണ്ട് ഈ മരണം നീ സ്വന്തമാക്കി. ഞാനും നന്മ ചെയ്യും, എനിക്കും ഇതേ മരണം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. തുടർന്ന് വിശുദ്ധ ഓസ്കാർ റൊമേറോയുടെ ആർച്ച് ബിഷപ്പിൻ്റെ ജീവിതം മറ്റൊന്നായിരുന്നു. ശക്തമായിട്ട് ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കുവാൻ തുടങ്ങി. അവരുടെ അഴിമതിക്കെതിരെ, അവരുടെ കിരാത ഭരണത്തിനെതിരെ, ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ പാവങ്ങളുടെ പക്ഷം ചേർന്ന് ശക്തമായി ശബ്ദമുയർത്തുന്ന മറ്റൊരു വ്യക്തിത്വത്തെയാണ് പിന്നീട് കാണുവാൻ സാധിച്ചത്, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. ഓരോ ഞായറാഴ്ചയും ദിവ്യബലി മധ്യേയുള്ള പ്രസംഗം അദ്ദേഹം ലോകമെങ്ങും പ്രക്ഷേപണം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വളരെ കൗതുകത്തോടുകൂടി ആളുകൾ കാത്തിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വേണ്ടി. ഏറെ പ്രത്യേകിച്ച് സൽവദോറിലുള്ള ജനങ്ങളിൽ, പാവപ്പെട്ടവരായ ജനങ്ങൾ, ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. സൈന്യത്തിനെതിരെ അദ്ദേഹം തൻ്റെ പ്രഭാഷണത്തിൽ ഇപ്രകാരം പറഞ്ഞു: സൈന്യാധിപന്മാരെ, സൈനികരെ, നിങ്ങൾ അരിഞ്ഞു വീഴ്ത്തുന്നത്, വെടിവെച്ച് കൊല്ലുന്നത് നിങ്ങളുടെ സഹോദരങ്ങളെയല്ലേ, നമ്മുടെ തന്നെ പ്രിയപ്പെട്ട ജനതയല്ലേ? നിങ്ങൾ നിർത്തൂ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സഹോദരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് നിർത്തൂ. ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇത്ര ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ പ്രഭാഷണത്തിൽ അവരോട് സംസാരിച്ചത്. ഇവിടെയുള്ള സൈനികരെ സഹായിക്കുന്ന, ആയുധങ്ങൾ വിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറെ ശാസിച്ചുകൊണ്ട് അദ്ദേഹം കത്തെഴുതി: നിർത്തൂ, ഈ അഴിമതി നിർത്തൂ, ഈ അക്രമം നിർത്തൂ, ഈ രാജ്യത്ത് സമാധാനം, പാവങ്ങൾക്കും ഇവിടെ ജീവിക്കണ്ടേ. പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു വലിയ നല്ല ഇടയൻ്റെ ചിത്രം ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമേറോ അവിടെ പങ്കുവെക്കുകയാണ്. ആളുകൾ വളരെ ആകർഷിക്കപ്പെടുകയാണ്. ഈ വളർന്ന 2-3 വർഷങ്ങൾ കൊണ്ട് തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധ അദ്ദേഹം സാൽവദോറിലേക്ക് കൊണ്ടുവരികയാണ്, സൗത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും ആകർഷിക്കപ്പെടുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കണ്ണിലെ കരടായി തീർന്നു അദ്ദേഹം. ശരി തന്നെയാണ്, അദ്ദേഹം കരടായി തീർന്നു. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുവാൻ ഗവൺമെൻറ് പരിശ്രമിച്ചു, എങ്കിലും ഭയമായിരുന്നു. 1980 ആദ്യം തന്നെ അദ്ദേഹത്തിന് ലുവൈൻ യൂണിവേഴ്സിറ്റി ഒരു ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. എന്തിനു വേണ്ടി? പാവങ്ങളുടെ പക്ഷം ചേർന്ന ആർച്ച് ബിഷപ്പ്. അത് വലിയൊരു അംഗീകാരമായിട്ടാണ് കണക്കാക്കിയത്. അദ്ദേഹം അതിന് തിരിച്ചു വരുന്ന വഴിക്ക് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയെ സന്ദർശിച്ചിട്ട് തൻ്റെ വേദനകളെല്ലാം പങ്കുവച്ചു. എൻ്റെ പ്രിയപ്പെട്ട വൈദികർ കൊല്ലപ്പെടുകയാണ്. ഈ വർഷം തന്നെ 50ഓളം വൈദികർ കൊല്ലപ്പെട്ടു. സാധാരണക്കാരായ വിശ്വാസികൾ അപ്രത്യക്ഷമാകുകയാണ്. ഞങ്ങളുടെ ദേവാലയങ്ങൾ ഇടിച്ചു തകർക്കപ്പെടുകയാണ്. സന്യാസ ഭവനങ്ങൾ തീ വയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തൻ്റെ ദുഃഖം പങ്കുവച്ചു. അദ്ദേഹം തിരികെ വരികയാണ് തൻ്റെ രൂപതയിലേക്ക്, ശക്തമായ തൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട്. 1980
മാർച്ച് 23 അദ്ദേഹം ദിവ്യബലി അർപ്പിക്കുന്ന അവസരത്തിൽ വലിയൊരു അപകടം അവിടെ കാണുകയാണ്. അദ്ദേഹം പ്രസംഗിച്ചിരുന്ന പോഡിയത്തിന് സമീപം, പീഠത്തിന് സമീപം ഒരു ബോംബ്. പെട്ടെന്ന് തന്നെ അതിനെ നിർവീര്യമാക്കുവാൻ അവർക്ക് സാധിച്ചു. എങ്കിലും കൂടെയുള്ള എല്ലാവരും പറഞ്ഞു, അങ്ങേക്ക് കാവൽ ഭടന്മാർ വേണം, സുരക്ഷിതത്വം വേണം, അതല്ലെങ്കിൽ അങ്ങ് വെടിയേറ്റ് കൊല്ലപ്പെടും. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ ഒരു കാവൽ ഭടന്മാരെ സ്വീകരിക്കാം, സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അംഗസൈന്യങ്ങളെ ഞാൻ നിയോഗിക്കാം, അംഗരക്ഷകരെ നിയോഗിക്കാം. ആദ്യം എൻ്റെ പാവപ്പെട്ട ജനതയ്ക്ക് ഓരോ അംഗരക്ഷകരെയും കിട്ടട്ടെ. എന്തൊരാഴമായ, എന്തൊരു ശക്തമായ സാന്നിധ്യം, എന്തൊരു സാക്ഷ്യം, എന്തൊരു നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച നല്ല ഒരു ഇടയൻ. ആദ്യം എൻ്റെ പാവപ്പെട്ടവർക്ക് അംഗരക്ഷകരെ നൽകട്ടെ, അതിനുശേഷം ഞാൻ അംഗരക്ഷകരെ സ്വീകരിക്കാം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. തൻ്റെ പ്രിയപ്പെട്ടവരുടെ അഭ്യർത്ഥനയൊന്നും അദ്ദേഹം മാനിച്ചില്ല. 24 മാർച്ച് 24 തൻ്റെ വൈദികരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തൊരു ധ്യാനമുണ്ടായിരുന്നു. ധ്യാനത്തിൽ തൻ്റെ ആകുലതകളെല്ലാം പങ്കുവച്ചു. മരണം മുമ്പിലുണ്ടെന്ന് അദ്ദേഹം അവരോട് പങ്കുവച്ചു. വൈകുന്നേരം അവിടെ പ്രത്യേകമായിട്ടുള്ള അതീവ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആശുപത്രി, അവിടെ ദിവ്യബലി അർപ്പിക്കുകയാണ്. ദിവ്യബലി അർപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗം കഴിഞ്ഞു. ബലിപീഠത്തിനടുത്തേക്ക് നീങ്ങിയപ്പോൾ ഒരു ചുവന്ന വാഹനം വാതിൽക്കലെത്തി. അതിൽ നിന്ന് ഒരു കൊലയാളി പുറത്തേക്കിറങ്ങി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആർച്ച് ബിഷപ്പിന് നേരെ വെടി ഉതിർത്തു. നിരവധി തവണ പ്രിയപ്പെട്ട അവിടെ ഉണ്ടായിരുന്ന വിശ്വാസ സമൂഹം ഓടി തൻ്റെ ആർച്ച് ബിഷപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അദ്ദേഹം പിടഞ്ഞു വീണ് അവിടെ തന്നെ അൾത്താരയിൽ മരിച്ചിരുന്നു. എത്ര വലിയൊരു ഭാഗ്യമാണ് ദിവ്യബലി മധ്യേ ഈശോയെപ്പോലെ മരിക്കാനുള്ളൊരു ഭാഗ്യം ആ വലിയ വിശുദ്ധന് ദൈവം നൽകുകയാണ്. അദ്ദേഹത്തിന് മരിക്കുവാൻ സാധിക്കുകയില്ല. ആ ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ കണ്ടത് സൗത്ത് അമേരിക്ക കണ്ടിട്ടില്ലാത്ത ആൾ. 2.5 ലക്ഷത്തിലധികം ആളുകൾ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു. അതിനെ തകർക്കുന്നതിന് വേണ്ടി ആക്രമം അഴിച്ചുവിടുവാൻ ഗവൺമെൻറ് പരിശ്രമിച്ചു. പക്ഷെ അവിടെയെല്ലാം ഗവൺമെൻറ് തോൽക്കുകയാണ്. കാരണം ഇവിടെ മരിച്ചു വീണത് വിശുദ്ധ ഓസ്കർ റൊമാരോയുടെ ആർച്ച് ബിഷപ്പിൻ്റെ രക്തത്തിൻ്റെ നിലവിളി തീർച്ചയായിട്ടും അവിടെ ഉയരുമ്പോൾ ശത്രുക്കൾ ഓരോന്നായിട്ട് കീഴടങ്ങുകയാണ്. സമാധാനം തിരികെ വരികയാണ്. അദ്ദേഹത്തിൻ്റെ മരണം വളരെ പ്രാധാന്യമുള്ളതായിട്ടാണ് സഭ കണക്കാക്കുന്നത്. 2000 മഹാജൂബിലി വർഷത്തിൽ നൂറ്റാണ്ടിൽ മരിച്ച എല്ലാ രക്തസാക്ഷികളെയും റോമിലെ കൊളോസത്തിൽ മൃഗങ്ങൾക്ക് മുമ്പിൽ ജീവൻ സമർപ്പിച്ച ആദിമസഭയിലെ രക്തസാക്ഷികളെ ഓർത്തുകൊണ്ട് അവരെല്ലാം അനുസ്മരിക്കുമ്പോൾ മഹാനായ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഓർത്തെടുത്തത് വിശുദ്ധ ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമാറോ ആയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് നൽകിയ വലിയ ബഹുമാനമായിരുന്നു. 2010 ഐക്യരാഷ്ട്രസഭ മാർച്ച് 24 ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയുള്ളൊരു ദിവസമായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യാവകാശ ദിനം. എന്തൊരു വലിയ ബഹുമാനമാണ് അദ്ദേഹത്തിന് കൊടുക്കുക. 2018 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധിയിലേക്ക് ഉയർത്തുമ്പോൾ അദ്ദേഹം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമാറോ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുക, കളങ്കമില്ലാതെ അനീതിക്കെതിരെ തീവ്രമായി പോരാടുക. ഈ 2 സന്ദേശവും അദ്ദേഹം നമുക്ക് നൽകുന്നുണ്ട്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വലിയ മാതൃകയായിരുന്നു. പ്രാർത്ഥനയിൽ, ആധ്യാത്മിക ജീവിതത്തിൽ, പൗരോഹിത്യത്തോടുള്ള സ്നേഹം. സഭയായിരുന്നു അദ്ദേഹത്തിനെല്ലാം. തനിക്ക് അപ്പസ്തോലന്മാരിലൂടെ, സഭാപിതാക്കന്മാരിലൂടെ പകർന്നു കിട്ടിയ വിശ്വാസം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യങ്ങൾ, അതിൽ വെള്ളം ചേർക്കാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. പാരമ്പര്യങ്ങൾ നിസ്സാരമാണെന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ ഓർക്കുക, അത് അപ്പസ്തോലന്മാരിലൂടെ അബ്രാഹത്തിൽ നിന്ന് ആരംഭിക്കുന്ന പാരമ്പര്യങ്ങൾ, മോശ വഴി പകർന്നു കിട്ടിയ പാരമ്പര്യങ്ങൾ, അത് ദൈവം നൽകിയതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഓസ്കർ റൊമാറോ ജീവിച്ചു. അത് സഭയാണ്. സഭ മനുഷ്യരുടെ കണ്ടുപിടുത്തമല്ല, അത് വലിയൊരു രഹസ്യമാണ്, ദൈവികമായ രഹസ്യമാണ് സഭ. അതിനെ നമുക്ക്
ഒരു റീസണിങ് കൊണ്ട്, ലോജിക്ക് കൊണ്ട് സഭയെ അളക്കുവാൻ പോകരുതെന്ന് അദ്ദേഹം പഠിപ്പിച്ചു വളരെ ഭംഗിയായിട്ട്. അത് തൻ്റെ വൈദികരെയും ആ സമകാലികരെയും എല്ലാം അദ്ദേഹം പഠിപ്പിച്ചു. എന്നാൽ അനീതിക്കെതിരെ അദ്ദേഹം പോരാടുന്നതിൽ ഒട്ടും പുറകിൽ പോയില്ല. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചു. നമുക്ക് അനീതിക്കെതിരെ പോരാടാൻ നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ തുറന്നു കിട്ടുമ്പോൾ ഒളിച്ചോടരുത്. തീഷ്ണതയോടുകൂടി യേശുവിനെ പോലെ വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് വിളിച്ചു പറയുന്ന ഈശോ, നിങ്ങൾ ബഹുമാനവും സ്നേഹവും എല്ലാ സമൂഹത്തിൽ, എന്നാൽ ഒരു ചെറിയ വിരൽ കൊണ്ടുപോലും നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നില്ലെന്ന് ഫരിസേയരുടെയും പുരോഹിതരുടെയും മുഖത്ത് നോക്കി പറഞ്ഞ ഈശോ വിശുദ്ധ ഓസ്കാർ റൊമേറോയുടെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം, വിശുദ്ധൻ നൽകുന്ന വലിയൊരു മാതൃക, സ്നേഹം, ആ ചൈതന്യം, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്ക് ഈ വിശുദ്ധൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് നൽകുന്ന വലിയൊരു ചൈതന്യം ഇതാണ്. രക്തസാക്ഷിത്വം അതെന്നും നമുക്കുണ്ട്. അത് നമുക്ക് സഭയുടെ പഠനങ്ങളോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു വെല്ലുവിളിയാണ്. കുടുംബങ്ങളുടെ സമൃദ്ധി, കുടുംബങ്ങളുടെ ചൈതന്യം, അതാണ് രക്തസാക്ഷിത്വം. ഈ ഒരു കമ്പോള സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ ചോർന്നു പോകുന്നത് എന്തൊക്കെയാണ്? വലിയ മൂല്യങ്ങളാണ്. അത് ചോർന്നു പോകാതെ ശക്തിയോടുകൂടെ മുറുകെ പിടിക്കണമെങ്കിൽ രക്തസാക്ഷിത്വം ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവരെ തിരികെ കൊണ്ടുവരുവാൻ, അവരെ തിരുത്തണമെങ്കിൽ രക്തസാക്ഷിത്വം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് അനുദിനം വചനം വായിക്കുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ രക്തസാക്ഷിത്വം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഗർഭഛിദ്രം, ഒരേ വിധത്തിലുള്ള ആളുകളുടെ വിവാഹം, മൂല്യങ്ങളില്ലാതെയാകുന്നത്, കൃത്യസമയത്ത് നമ്മുടെ മക്കൾ വിവാഹം കഴിക്കാതിരിക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാതിരിക്കുന്നത്, ഇതെല്ലാം തിന്മയാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ പോരാടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ രക്തസാക്ഷിത്വം തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. രക്തസാക്ഷിത്വം സഭയെ സ്നേഹിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സഭയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമാകുമ്പോൾ നമ്മുടെ ഓരോ മെസ്സേജുകളും സഭയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഫോർവേഡ് ചെയ്യുമ്പോൾ സഭയുടെ കടക്കിലാണ് കത്തിവെക്കുന്നത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതൊരു രക്തസാക്ഷിത്വമാണ്. നമുക്ക് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുകയും നമ്മുടെ സഭാ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. പൗരോഹിത്യത്തോട്, സഭയുടെ നെടുന്തൂണായ പൗരോഹിത്യത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതൊരു രക്തസാക്ഷിത്വമാണ്. ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുവാൻ നമ്മോട് ദൈവം ആവശ്യപ്പെടുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ അതൊരു രക്തസാക്ഷിത്വമാണ്. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഈ കാലഘട്ടം തുറന്നു തരുന്നത് രക്തസാക്ഷിത്വത്തിൻ്റെ മേഖലകളാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പോരാടാം, ഒരുമിച്ച് മുന്നേറാം. നമുക്ക് വചനമാണ് നമുക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. യേശുവാണ് നമ്മുടെ രക്ഷകൻ. അവിടുന്ന് നമ്മെ രക്ഷിക്കും. രക്തസാക്ഷിത്വം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സഹനത്തിൻ്റെ വഴികളാണ്. നമുക്കത് സ്വീകരിക്കാം. രക്തസാക്ഷികളെ നാം ഓർക്കുമ്പോൾ, ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ രക്തസാക്ഷികളുടെ ചുടുനിളം കൊണ്ട് ഞങ്ങളിൽ വിശ്വാസം ആളിക്കത്തിക്കണമേ, ഞങ്ങളിലുള്ള വിശ്വാസ തീഷ്ണത ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം മുഴുവനും ഈശോയ്ക്കായിട്ട് സമർപ്പിച്ച് ഞങ്ങളെയും വിശുദ്ധിയിൽ ജീവിക്കുവാൻ സഹായിക്കണമെന്ന് വിശുദ്ധ റൊമാറിയുടെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. നമുക്ക് നൽകിയ ഈ വലിയ രക്തസാക്ഷികളെ, വിശുദ്ധ ഓസ്കാർ റൊമാറയെ പോലെയുള്ള വലിയ രക്തസാക്ഷികളെ നൽകിയ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തെയും സന്തോഷത്തിലും സമാധാനത്തിലും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ സ്നേഹമുണ്ടായിരുന്ന വിശുദ്ധ ഓസ്കാറിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ. പരിശുദ്ധ അമ്മയുടെ പാദങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്കുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡിൽ എന്നെ ശ്രവിച്ച ശാലോം കുടുംബത്തിലെ ഓരോ അംഗത്തോടുമുള്ള എൻ്റെ വലിയ കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും വിശുദ്ധ ഓസ്കാർ റൊമേറോയുടെ മാധ്യസ്ഥനായിട്ട് സമർപ്പിക്കുക. വിശുദ്ധൻ വഴി ധാരാളം അനുഗ്രഹം പിതാവായ ദൈവത്തിൽ നിന്ന് ഈശോ വഴി നിങ്ങൾക്ക് നേടിക്കിട്ടട്ടെ, ലഭിക്കട്ടെ എന്ന് ഞാൻ ആ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ധാരാളം അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തിപ്പെടുത്താം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിറമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു
രക്തസാക്ഷിത്വം ഹൃദയെ ഭരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നു